ഇന്നലെ വരെ ഞാൻ എങ്ങനെ ആയിരുന്നോ അങ്ങനെ ഞാൻ ഇന്ന് മുതലാകരുത് എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? ഇന്നലെ ഞാൻ അത് പറയുള്ളൂ. മനസ്സിലായില്ല? ഇന്നലെ വരെ ഞാൻ എങ്ങനെ ആയിരുന്നോ? എന്താ എൻ്റെ കുട്ടിയെ, ഞാൻ ഇത്രയും കൊല്ലമായില്ലേ, 60-70 വയസ്സൊക്കെ ആയില്ലേ, ഞാനിങ്ങനെ ജീവിച്ച് പോകുന്ന ആളാണല്ലോ, ഇനിയിപ്പോൾ എങ്ങനെയാ അത് മാറ്റുക എന്നൊരു തോന്നൽ നമ്മിലെവിടെയോ ഉണ്ടോ? ഇല്ല? ഉറപ്പല്ലേ? എന്നാൽ നമ്മളിലതില്ലെങ്കിൽ ഉണ്ടോ ഇല്ലേ എന്ന് അറിയണമെങ്കിൽ നമ്മുടെ മക്കളോടും മരുമക്കളോടൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി. ഉമ്മ ഒരു ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഉമ്മാൻ്റെ സ്വഭാവമൊക്കെ നന്നായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് വേഗം മനസ്സിലാകണ്ടില്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ കാര്യം കൃത്യമായി ചോദിച്ചാൽ നമുക്ക് വിലയിരുത്താൻ പറ്റും. എന്നാൽ നമ്മളിൽ ഞാനിങ്ങനെ മാറുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ, ഞാൻ കുഴപ്പമില്ല എന്ന് തോന്നലാണ് ഏറ്റവും വലിയ അപകടം. നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞത്? ഞാൻ ഓക്കെയാണ്, ഞാൻ പക്കയാണ്, എനിക്കൊന്നൊരു കുഴപ്പമില്ല, കുഴപ്പം മുഴുവൻ ഓൾക്കും ഓനക്കും മറ്റോനക്കൊക്കെയാണ് എന്നൊരു ചിന്ത എവിടെയെങ്കിലും ഉണ്ടോ? ആ ചിന്ത വന്നു കഴിഞ്ഞാൽ പോയി, നമ്മളെ കാര്യം പോയി, പടച്ചോൻ്റെ പരിഗണന ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ വഹിയിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് സംശയമുണ്ടോ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വഹി ഇറക്കി കൊടുത്തതിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് സംശയമുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിനോടൊപ്പം നമ്മൾ എന്ത് ചേർത്താ വായിക്കാറുള്ളത്? ഉമറുൽ ഫാറൂഖ്. സത്യവും അസത്യവും പെട്ടെന്ന് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ കഴിയും. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗ്ഗമുണ്ട് എന്ന് പറഞ്ഞ ആളല്ലായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു? അല്ലേ? അതേ ഉമർ റളിയല്ലാഹു അൻഹു ആണല്ലോ പ്രിയരെ, പ്രവാചകൻ്റെ കാലം കഴിഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലമൊക്കെ കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാകുന്ന സമയത്ത് നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ വളരെ ദുഃഖിച്ച് വിഷമിതനായിട്ട് ഒരു പീഡിയക്കൊലായിലിരുന്നിട്ട്, നമ്മുടെ ഭാഷയിലാണ് പറയുന്നത്, എന്താണ് അങ്ങ് ഇങ്ങനെയും ദുഃഖിച്ച് നിൽക്കുന്നത് എന്ന് ചോദിച്ച സമയത്ത് അനുചരനോട് പറഞ്ഞ മറുപടി എന്താ? എനിക്ക് സ്വർഗം കിട്ടുമോ എന്ന് എനിക്കെന്താണ് പേടിയാണെന്നാണ്. അള്ളാഹിൻ്റെ വഹിയ് അല്ലെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ അദ്ദേഹത്തിന് എന്തില്ല? സംശയമില്ല. അപ്പോൾ അനുചരൻ ചോദിക്കുന്നുണ്ട്, അഷ്റത്തുൽ മുബശ്ശിരീനിൽപ്പെട്ട ആളാണല്ലോ അങ്ങ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത് ചോദിക്കുന്ന സമയത്ത് പറഞ്ഞ ആളെന്താ? അന്നത്തെ ഉമറല്ല ഈ ഞാൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ച സഹാബി വര്യന്മാർ നമ്മളൊക്കെ ഒരുപക്ഷെ പരീക്ഷയൊക്കെ എഴുതിയിട്ടുണ്ടോ? നഫക്ക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഹല്ലല എന്ന് പറയുന്നില്ലേ അല്ലേ? ഹല്ലല റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ മുനാഫിക്കായിട്ടുണ്ട് എന്ന് പറയുന്ന പദപ്രയോഗം വന്നത് എന്തുകൊണ്ടാണ്? അവർ എപ്പോഴും അവരെക്കുറിച്ച് വിലയിരുത്തിയിരുന്നു അവർ പൂർണ്ണരല്ല എന്നത്. മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ നമ്മളെവിടെയോ ഞാനും നിങ്ങളും നമ്മളെക്കുറിച്ച് വിലയിരുത്തുന്നുണ്ട്, ഞാൻ പൂർണ്ണനാണ് എന്നത്. നമ്മളും സഹാബത്തും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? സഹാബത്ത് ചിന്തിച്ചത് അവരെന്തല്ല, പൂർണ്ണരല്ല എന്നാണ്. നമ്മൾ ചിന്തിച്ചതോ നമ്മൾ പൂർണ്ണരാണ് എന്നാണ്. അതുകൊണ്ട് മറ്റൊരുത്തർ ചെയ്യുന്ന ആഭാസങ്ങൾ കാണുന്ന സമയത്ത്, ഇപ്പം നേർച്ചക്ക് ഒരാന അടഞ്ഞാലും ഉത്സവത്തിനൊരാന അടഞ്ഞാലും നമുക്കുണ്ടാകുന്ന മനോഭാവം രണ്ടല്ലേ? അല്ലേ? നേർച്ചക്ക് അടഞ്ഞു പറയുമ്പോൾ പാവട്ടോ കുറേ എണ്ണം മരിച്ചു എന്നൊക്കെ നമ്മൾ പറയും. ഉത്സവത്തിന് അടഞ്ഞു എന്ന് പറയുമ്പോൾ, അത് നേർച്ചക്ക് അടഞ്ഞു എന്ന് പറയുന്ന സമയത്താണെങ്കിലോ കൗമിൻ്റെ ഒരു അവസ്ഥയെ, അള്ളാഹിൻ്റെ ഒരു മതത്തിലില്ലാത്ത സാധനത്തെ കിടന്നിടുന്നത് കൊണ്ട് നമുക്ക് ഒന്നുകൂടി എന്ത് ചെയ്യും? നമ്മുടെ മതത്തിൻ്റെ പേരിൽ ഇല്ലാത്തത് ചേർത്ത് വെക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ധാർമ്മിക രോഷം അതിൽ വരും അല്ലേ? അങ്ങനെ മറ്റൊരുത്തരെ വിലയിരുത്തുന്ന സമയത്ത് പലതരത്തിലുള്ള രോഷങ്ങൾ നമ്മളിലൊക്കെ ഉണ്ടാകാറുണ്ട്. നമ്മളെ വിലയിരുത്തുന്നതിൽ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടോ? വിജയിക്കുന്നോ പരാജയപ്പെടുന്നോ? വിജയിക്കുന്നുണ്ടോ പരാജയപ്പെടുന്നുണ്ടോ? പരാജയപ്പെടുന്നുണ്ട്. ഇത് തിരുത്താൻ നമുക്ക് സാധിക്കണം. കഴിഞ്ഞ റമദാനിൽ നമ്മളൊപ്പം ഇല്ലാത്ത പലരും ഈ റമദാനിൽ
നമ്മളപ്പോൾ ഉണ്ടോ നമുക്കറിയില്ല എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കണ വാക്കാ അല്ലേ? ഉറപ്പല്ലേ? ഈ റമദാനിൽ നമ്മൾ എത്തുന്നെന്താ നമുക്ക് ഉറപ്പുണ്ടോ? അതുമില്ല, ഒരു ഉറപ്പുമില്ല. പക്ഷെ കഴിഞ്ഞ റമദാനിൽ ഇല്ലാത്ത ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ ഈ റമദാനിൽ എൻ്റെ ഒരു ഫീൽ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ റമദാനിൽ ഉപ്പുണ്ടായിരുന്നു, ഈ റമദാനിൽ എനിക്ക് ആയുസ് ലഭിക്കുകയാണെങ്കിൽ ഉപ്പയില്ലാത്ത ആദ്യ റമദാനാവും. അപ്പം ഉണ്ടാകുന്ന കുറേ ഫീൽ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ ഇങ്ങനെ പ്രസംഗിച്ച് പോകാനുള്ളതല്ലല്ലോ, നമ്മുടെ മുമ്പ് തന്നെയല്ലോ ഓരോരുത്തരും അള്ളാഹുവിലേക്ക് പെട്ടെന്ന് മടങ്ങുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു റമദാൻ നമുക്ക് ലഭിക്കുമോ നമുക്കറിയോ? അറിയില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ മല്ലിയൊക്കെ പൊടിച്ച് വെച്ച എത്ര ആൾക്കാരുണ്ട്? മല്ലി പിന്നെ അരി പൊടിച്ച് വെച്ചത് എത്ര ആളുകളുണ്ട്? കുറേ ആളുകളുണ്ട്. കുറേ ആൾക്കാരുണ്ട് അല്ലേ? അരി പൊടിച്ച് വെച്ചു, മല്ലി പൊടിച്ച് വെച്ചു. ഇപ്പം ഇന്ന് വരുന്ന സമയത്തും ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, പടച്ചോനെ പിന്നെ നോമ്പിൻ്റെ തൊട്ട് മുമ്പ് ഈ ഒരു ശനിയാഴ്ചയൊക്കെ ഇങ്ങനെ പരിപാടി വെച്ചാൽ ഒക്കെ അടിച്ച് തുടച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കണ്ടേന്നൊക്കെ പറയാത്തവരായിട്ട് ഒരാളെങ്കിലും ഈ സദസ്സിലുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങളുടെ ചിരികൾ എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്നാൽ ഉള്ളു കഴുകുക, ഉള്ളു വൃത്തിയാക്കുക എന്നതിൽ നമ്മൾ തീരെ ശ്രദ്ധിക്കുന്നില്ല. ശരിയാണോ? റീലുകളും സ്റ്റാറ്റസുകളൊക്കെ നന്നായിട്ട് നിൽക്കുന്ന കാലമാണിത്. റീൽസിലൊക്കെ നല്ല രസമുള്ള പിക്കുകൾ പുറത്തു വരും. എന്നാൽ ആ പിക്ക് കഴിഞ്ഞിട്ടുള്ള റിയൽ ലൈഫ് ഉണ്ടാവും. ആ റിയൽ ലൈഫ് മുഴുവൻ ആകെ കുഴഞ്ഞാട്ടേക്കാരും, ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. എപ്പോഴും ഒരു ചിരിച്ചിട്ടുണ്ടാകുക എന്നറിയോ? ക്യാമറയിലേക്ക് നോക്കുമ്പോൾ ക്യാമറ ക്ലിക്ക് കഴിഞ്ഞാൽ ചിരി കഴിഞ്ഞു. ഇത്ര മാത്രമായിട്ട് നമ്മുടെ ജീവിതമൊക്കെ ഒരു പ്രകടന പരതയിലേക്ക് പണ്ടുള്ളതിനേക്കാൾ അധികം പോകുന്നുണ്ട്. വയനാട്ടിലൊക്കെ പോകുന്നുണ്ട്, ഇവിടെ പോകുന്നുണ്ടോ? ശരിയെന്നല്ലേ ഞാൻ പറഞ്ഞത്? ഇപ്പം ഇവിടെയാണ് ഒരു റമദാനിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അതിൽ തന്നെ കഴിഞ്ഞ റമദാനിലെടുത്തൊരു തീരുമാനം ഉണ്ടാവും, കുറേ നോമ്പൊക്കെ നോറ്റ് വീട്ടാണ്ട് ഈ റമദാൻ്റെ മുമ്പെങ്കിലും ഞാൻ ആ നോമ്പൊക്കെ നോറ്റ് വീട്ടണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടാവും. എന്നിട്ട് ഈ അവസാനമായിട്ടും വീട്ടാൻ പറ്റാത്ത കുറേ തത്തന്മാരെ സംശയങ്ങൾ ഉസ്താദെ, മൗലവി, മദനി, സുല്ലമി എന്നൊക്കെ വിളിച്ച് പറയും, കഴിഞ്ഞ റമദാനിൽ എനിക്ക് പറ്റിയിട്ടില്ല, അപ്പോൾ ഈ റമദാനിൽ ഞാൻ അത് കൊടുത്താൽ മതിയോ ഇത് കൊടുത്താൽ മതിയോ എന്നുള്ളത്. അപ്പോൾ അതിനിടയിൽ നമുക്ക് കുറേ സമയങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഏതായാലും ഇപ്പോൾ ഈ മാസം കഴിയട്ടെ, അടുത്ത മാസത്തേക്ക് ആക്കട്ടെ. ശരിയാണ് ഞാൻ പറഞ്ഞത്? അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നീക്കി പലതും നമ്മൾ വെച്ചിട്ടുണ്ടാവും. എന്നാൽ നമ്മൾ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, നിങ്ങൾ എന്നെ ഒന്ന് ഉപദേശിക്കണം, എനിക്കൊരു പ്രശ്നമുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാലല്ലേ, ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യൂ? എപ്പോഴെങ്കിലുമൊക്കെ അത് ചോദിക്കൂട്ടോ. മനസ്സിലായില്ല? പിന്നെ അറിയുന്ന ആളുകൾക്കും അതറിയാം. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അത് മറക്കും, ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യും? ചോദിക്കും. അപ്പോൾ ഞാൻ ഏറ്റവും അധികം ശ്രദ്ധിക്കണവരോടൊന്നും ചിലപ്പം ചോദിച്ചോളൊന്നുമില്ല, ചിലപ്പോൾ അവരോട് തന്നെ ചോദിക്കുകയും ചെയ്യും. ആരോടൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മളിങ്ങനെ ഒരു ലൈവായിട്ട് തന്നെ നിൽക്കണം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചെറുതായിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയാണെങ്കിൽ, കുട്ടികളല്ല, അപ്പം ഞാൻ എന്താവുമെന്ന് അറിയോ? എൻ്റെ പ്രസംഗം അവിടെ നിൽക്കും. ഹുത്തുബയൊക്കെ പറയുന്ന സമയത്ത് അങ്ങനെയാണ്. ഹുത്തുബ ഒരാളവിടെ മാറിയാൽ അയാളിന് മാറിയിട്ടേ ഞാൻ എന്ത് ചെയ്യാറുള്ളൂ? അടുത്ത് പറയാറുള്ളൂ. അപ്പോൾ പിന്നെ നിങ്ങളൊന്നുകൂടി ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞാണ്. കുട്ടികളെ ആ വിഷയത്തിൽ ഇപ്പം എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ, കുട്ടികളാണ്, അവരുടെ പിന്നെ കുട്ടിത്തം കാണിക്കും. അതിന് നിങ്ങളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നെരുക്കി അവിടെ ഇടുകയൊന്നും ചെയ്യേണ്ട. കാരണം എന്താണ്? അവർക്ക് പിന്നെ ഇതിനോടൊക്കെ ഒരു വെറുപ്പായിരിക്കും. അവർ കളിക്കട്ടെ, ഓടട്ടെ, ചാടട്ടെ, അപകടങ്ങളൊന്നും ഇല്ലാതെ ഇരുന്നാൽ മതി. ഓക്കെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരു മനുഷ്യൻ വന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, അങ്ങ് എന്നെ ഒന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞു. അങ്ങൊന്ന് എന്നെ ഉപദേശിക്കണം. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിക്കണം എന്ന്, ഇന്ന് കുട്ടികൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത സാധനം എന്താ? ഉപദേശം. നമുക്ക് ആകെ അറിയണ പണി എന്താ? ഉപദേശം അല്ലേ? കുട്ടികൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത പണി ഉപദേശമാണ്, നമുക്ക് ആകെ അറിയണ പണിയും ഉപദേശമാണ്. പക്ഷെ നബിൻ്റെ അടുത്ത് വന്നിട്ട് ഉപദേശിക്കണം, നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞാൽ കുറേ നേരം ഇരുന്ന് പറഞ്ഞു കൊടുക്കൂലേ? പക്ഷെ ഈ മനുഷ്യൻ ആദ്യം പറഞ്ഞ വാക്കെന്താ അറിയോ? വളരെ സംക്ഷിപ്തമായിട്ട് ഉപദേശിക്കാവൂ. നീട്ടിപ്പരത്തി പറയാൻ പറ്റുമോ? ഇല്ല, വളരെ ചുരുക്കി പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിലൊന്ന്, ഇദാ ഖുംത ഫീ സ്വലാത്തിക്, നീ നമസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നിൻ്റെ മനോഭാവം എന്താ അറിയോ?
നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമാണ് എന്ന് നീ ചിന്തിക്കണം. അങ്ങനെ നമസ്കരിച്ചാലോ? നമ്മളിനി അസർ നമസ്കരിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിലെ അവസാനത്തേതാണെന്ന് പറഞ്ഞ് കൈകെട്ടുമ്പോൾ എന്തുണ്ടാവും? ഭക്തി കൂടുമോ കുറയോ? കൂടുമോ? ഉറപ്പല്ലേ? പിന്നെ അത് ആയുസ് കിട്ടി മഗ്‌രിബിലേക്ക് എത്തിയാലോ? ഞാൻ പൊട്ടനാ, ഇപ്പം ഇത്രയും ഞാൻ അവസാനത്ത് ഇങ്ങനെ എല്ലാ ദിവസവും അവസാനം എന്നിങ്ങനെ വിചാരിക്കുക, പറയാൻ പറ്റുമോ? നമുക്കറിയില്ല. അപ്പം നമ്മൾ ളുഹർ നമസ്കരിച്ച സമയത്ത് നമ്മളെ മനോഭാവം എന്താ? എൻ്റെ ജീവിതത്തിലെ അവസാനത്തേതാണെന്നാണ്. ഇനി അസർ നമ്മൾ നമസ്കരിക്കും, നമുക്ക് ഓർമ്മ അറിയോ? ഈ ഷർട്ട് ഞാൻ തന്നെയാണോ അയക്കുകയെന്നറിയോ? നിങ്ങൾക്ക് പറയാൻ കഴിയോ? ഉറപ്പല്ലേ? അപ്പോൾ ഈ ക്ലാസ്സോ ഞാൻ എടുക്കുന്നത് എൻ്റെ അവസാനത്തേതാണെന്ന് ചിന്തിച്ചാൽ എൻ്റെ നിയ്യത്ത് മാറുമോ? ഇല്ല. നിങ്ങളുടെ അവസാനത്തെ ക്ലാസ്സാണെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ജീവിതത്തിലെ അവസാനത്തേതാണെന്ന് വിചാരിക്കണം. അപ്പോൾ ഒരു നോമ്പ് നമ്മുടെ മുമ്പിൽ വരാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നോമ്പാണ് എന്ന് ചിന്തിച്ചാലോ? നന്നായി ആരാധനാകർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമോ? ശരിയാണോ തെറ്റാണോ? ശരിയാണ്. അപ്പം അങ്ങനെ ആരാധനാകർമ്മങ്ങളാണോ കൂടുതൽ ചെയ്യേണ്ടത്, അതല്ല കൂടുതൽ ക്ലാസ്സുകളിലൊക്കെ പോയിരിക്കുകയാണോ ചെയ്യേണ്ടത്? ആരാധനാകർമ്മം ചെയ്യണം അല്ലേ? ഇപ്പം നമ്മുടെയൊക്കെ ഒരു ഫാഷനായി മാറിയിട്ടുണ്ട്. ളുഹറിന് ശേഷം ക്ലാസ്, അസറിന് ശേഷം ക്ലാസ്, പിന്നെ 10 മണിക്ക് MGMൻ്റെ ക്ലാസ്, പിന്നെ ഇശാഇന് ശേഷം തറാവിക്ക് ശേഷം ക്ലാസ്സോട് ക്ലാസ്സാണ്. ഈ ക്ലാസ്സുകളുടെ ഒരു പെരുമഴയാണ്. ശരിയല്ലേ? എത്ര മനുഷ്യരെ വിളിക്കുകയെന്നറിയോ? പലരെയും വിളിച്ചിട്ട് ഒരു ഡേറ്റ് എന്നുണ്ടാകുക എന്ന് വെച്ചിട്ട്. അപ്പം ഞാനൊക്കെ ചെയ്യുന്നൊരു പണി എന്താണെന്ന് വെച്ചാൽ റമളാനിൽ ആവശ്യമുള്ളിടത്ത് മാത്രം പോയി സംസാരിക്കുക. അതല്ലാത്തയിടത്ത് വെറുതെ ഇങ്ങനെ നടന്ന് കുറേ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ പേടി, പടച്ചോൻ്റെ അടുത്ത് നമ്മൾ പറയേണ്ടി വരുമെന്ന്. കാരണം ഒരു ക്ലാസ്സിന് മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ വന്നിട്ട് ഞാൻ ക്ലാസ് എടുത്ത് തിരിച്ചു പോകുമ്പോൾ 1 മണിക്കൂർ ക്ലാസ് എടുക്കാനായിട്ട് എത്ര മണിക്കൂർ? 4-5 മണിക്കൂർ യാത്ര ചെയ്യുക, തിരിച്ചും അങ്ങോട്ട് യാത്ര ചെയ്യുക. ആ യാത്ര ചെയ്യുന്നതിന് പുണ്യമുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ അതിലൊരു പ്രശ്നം എന്താണെന്നറിയോ? വീട്ടിലെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഖുർആനൊന്നും എടുത്തിട്ട് ഓതാൻ വേണ്ട രൂപത്തിൽ പറ്റുമോ? എന്നാൽ ക്ലാസ്സിൽ എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടാകുക? ഖുർആൻ പാരായണത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും ഒക്കെ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പം നമ്മുടെ മുമ്പിൽ ഒരു റമളാൻ വന്ന് നിൽക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിലെ അവസാനത്തേതാണെന്ന് ചിന്തിക്കണം. മറ്റൊന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പിന്നെ ജനങ്ങളുടെ കൈവശമുള്ള സാധനങ്ങൾ അത് എൻ്റേതാക്കാനായിട്ട് ശ്രമിക്കരുത്, ആഗ്രഹിക്കരുതെന്ന്. അല്ലോ, ഓളാ മഫ്ത കണ്ടില്ല, എന്ത് രസമാണ്, ഇത് എവിടുന്നാണ് വാങ്ങിയത്, ഇങ്ങനത്തതൊന്നും വാങ്ങാൻ പറ്റുമോ? ആ പർദ്ദ കണ്ടോ, പണ്ടൊക്കെ സാരിയായിരുന്നു, ഇതിൻ്റെ മുന്താണി എന്ത് രസമാണ്, നീ ഇത് എവിടുന്നാണ് കിട്ടുക? അപ്പം ഇങ്ങനെ ഇത് ഈ എവിടുന്നാണ് വാങ്ങി? ഓൺലൈനിൽ നിന്നാ അല്ലെങ്കിൽ മറ്റേടത്തുനിന്നാ? ഇങ്ങനെ ഒരു മൊബൈൽ ഫോൺ കണ്ടാൽ, അതിൻ്റെ കവർ കണ്ടാൽ വരെ ഈ സാധനം എനിക്കാകണം എന്നുള്ള ആഗ്രഹം. ഇത് പറയുന്നത് എത്ര കൊല്ലം മുമ്പാ? 1400 വർഷം മുമ്പാണ്. അന്ന് എന്താ സാധനം ഉള്ളത്? നിങ്ങൾ ആലോചിച്ചു, മരുഭൂമിയല്ലേ, പ്രാകൃതമല്ലേ? ആ കാലഘട്ടത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മറ്റൊരുത്തൻ്റെത് ഉള്ളത് സ്വന്തമാകണം എന്നുള്ളത് എന്ത് ചെയ്യരുത്, ചിന്തിക്കരുതെന്ന്. എന്നാൽ ഇന്നാണോ അതിന് പ്രസക്തി കൂടുതൽ? അന്നാണോ പ്രസക്തി കൂടുതൽ ആ വാക്കിന്? ഇന്നല്ലേ? ഇന്നാണോ പ്രസക്തി? 2 ദിവസം കഴിഞ്ഞാലാണോ പ്രസക്തി കൂടുക? 2 ദിവസം കഴിഞ്ഞാലാ കൂടുക. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഈ കാലഘട്ടത്തിൽ ആയുസ് കൂടുന്നതിനനുസരിച്ച് ഈമാനികമായിട്ട് അകലാൻ പറ്റുന്ന സാഹചര്യങ്ങൾ എന്ത് ചെയ്യുന്നു? കൂടുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മൂന്നാമത്തൊന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനത് പറഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞ് പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യരുത്? പിന്നീട് നിങ്ങൾ ഖേദം വരരുത്. അതുകൊണ്ടാണ് വിശ്വാസിയായൊരു മനുഷ്യൻ എന്തെങ്കിലും സംസാരിക്കണമെന്ന് വിചാരിച്ചാൽ അവൻ ആദ്യം അവൻ്റെ ഹൃദയത്തോട് അനുവാദം ചോദിക്കും. ഹൃദയം അനുവാദം നൽകിയാൽ അവൻ സംസാരിക്കും.
എന്നാൽ അവിവേകിയുടെ ഹൃദയം എന്ന് പറയുന്നത് നാവിൻ തുമ്പിലാണ്. സത്യത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഞാനതുകൊണ്ട് പറഞ്ഞാൽ അതെപ്പോഴാണ് ഉണ്ടാകുക അറിയോ? ഒന്ന് പുരേ പോകണമെങ്കിൽ മൂപ്പരോടൊന്ന് ചോദിക്കണമെങ്കിൽ ചിന്തിക്കും, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ എന്താ പറയുക, അപ്പോൾ കുട്ടികളെ പരീക്ഷ എന്ന് പറയില്ലേ, ഇത് വേഗം മനസ്സിലാവുണ്ടല്ലേ. അപ്പം ഇങ്ങനെ ചോദിച്ചാൽ അങ്ങനത്തെ ചിന്തയിലൊക്കെ ഇത് ഡെയിലി ലൈഫിൽ എപ്പോഴും വേണ്ടൊരു സാധനമാണ്, ഏത് സമയത്തും നമുക്ക് വേണ്ടതാണ്. അതല്ലെങ്കിൽ അമ്മായിമ്മനോട് ചോദിക്കുന്ന സമയത്ത് ഉമ്മ ഞാനൊന്ന് അവിടെ പോട്ടെ ചോദിക്കുമ്പോൾ എത്ര പ്ലാൻ ചെയ്തിട്ട് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ ഹിജ്റക്ക് പോലും പോകുമ്പോൾ അങ്ങനെ തയ്യാറായിട്ടില്ല എന്നൊക്കെ തോന്നിപ്പോകും. നമ്മൾ അത്ര സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊക്കെ പാലിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ പിന്നെ ഇത് നിത്യജീവിതത്തിൽ എപ്പോഴും വേണ്ട ഒരു രീതിയാണത്, ഏത് സമയത്തും വേണ്ടതാണ്. ഏത് നമ്മളെന്ത് പറയുന്നുണ്ടെങ്കിലും പറയാന്ന് പറഞ്ഞാൽ ഇന്ന് ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഇരുന്ന് ഇപ്പം സംസാരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ ഞാൻ പറയുന്നു നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. എവിടെ? ചിലരൊക്കെ മൊബൈലൊക്കെ എടുത്തിട്ട് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. ആ മെസ്സേജുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും സംസാരമല്ലേ? ആണല്ലോ, ആണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണ്ടേ? വേണം, നന്നായി ശ്രദ്ധിക്കണം. എവിടെയാണ് മലമൂത്ര വിസർജനം ഒഴിക്കരുതെന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ? എവിടെയാ? കെട്ടി നിൽക്കുന്ന വെള്ളം. പിന്നെയോ മരത്തണലുകൾ. എന്താ അതിൻ്റെ പ്രത്യേകത? എന്താ? അവിടെ ആളുകൾ ഏറ്റവും അധികം കൂടുന്ന സ്ഥലമാണ്. ഇന്ന് ആളുകൾ ഏറ്റവും അധികം കൂടുന്നത് എവിടെയാണ്? മരത്തിൻ്റെ ചോട്ടില. ഒക്കെ ഓൺലൈനിലാവൂലേ? ആവില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വേണ്ടാത്ത സാധനങ്ങൾ മുഴുവൻ അവിടുന്ന് കാണുന്നില്ല, ഇവിടുന്ന് കാണുന്നില്ല, ഒരു കുട്ടീനെ കണ്ടാൽ അറിയിക്കണം. എന്ത് ചപ്പും ചവറും കിട്ടിയാൽ ഒന്നാമതത് ഫോർവേഡ് ചെയ്യുന്നതിൽ ആണുങ്ങളാണോ മുമ്പിൽ, പെണ്ണുങ്ങളാണോ മുമ്പിൽ? വെറുതെ ആലോചിച്ച് നോക്കിക്കോളി നിങ്ങൾ. ഈ സാധനം കിട്ടുമ്പോൾ നമ്മുടെ കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ ഇതിൻ്റെ സ്ഥിതികളൊന്നും അന്വേഷിച്ചിട്ടുണ്ടാവില്ല. ഈ സാധനം ഇങ്ങനെ നമ്മൾ ഫോർവേഡ് ചെയ്യും. ഇനിയോ ടൈപ്പ് ചെയ്തിടുന്നുണ്ടെങ്കിൽ നമുക്കൊരു മടിയും ലജ്ജയും ഒന്നും ഉണ്ടാവില്ല. അപ്പം അവിടെയൊക്കെ ചിലരുടെ ഒരു ഇന്നത്തെ കാലത്തെ ഹോബീസ് എന്ന് ചോദിക്കുന്നതിൽ ചിലർ ഹോബികൾ പറയുന്നത് എന്താ അറിയോ? ഓരോ യൂട്യൂബുകൾക്കടിയിലും വരുന്ന കമൻറ്റുകൾ വായിക്കലാണ് എൻ്റെ ഹോബി എന്ന് പറയുന്നുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. നിൻ്റെ ഹോബി എന്താണെന്ന് വെച്ചപ്പോൾ എന്നോടൊരു കുട്ടി പറഞ്ഞാണ്, സർ ഈ റീൽസുകൾക്കും യൂട്യൂബ് പിന്നെ എന്താ പറയുക വീഡിയോകളില്ലേ, അതിന് താഴെ വരുന്ന കമൻറ്റുകൾ വായിക്കുന്നതാണ് എൻ്റെ ഹോബി എന്ന്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നൊരു ഹോബിയാണത്. അപ്പോൾ ആ ഹോബി ചോദിച്ചു ഇതിനുള്ള മെച്ചം എന്താണെന്ന് ചോദിച്ചു. പക്ഷെ അവൻ വളരെ കണ്ണിങ് ആണ്. അപ്പം അവൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ നിൽക്കുന്നവനാണ്. ഒരു വിഷയത്തെ എങ്ങനെയൊക്കെ സമീപിക്കാം എന്നുള്ളത് പഠിക്കാൻ പച്ചത്തേറിയൊക്കെ വായിക്കേണ്ടി വരും. പക്ഷെ ഇത് പഠിച്ചെടുക്കാനുള്ളൊരു ടൂളായിട്ടാണ് ഞാൻ ഈ വിഷയത്തെ നോക്കിക്കാണുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആളുകൾ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ സോഷ്യൽ മീഡിയ ഒക്കെ വികൃതമാക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇപ്പോൾ ഈ 3 കാര്യം പറഞ്ഞതിൽ ഞാൻ ഇതൊക്കെയാണ് പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? 1 നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവസാനത്തേത്. 2 എന്തെങ്കിലുമൊക്കെ ആരുടെയെങ്കിലും കൈവശമുള്ള സാധനങ്ങൾ എനിക്ക് അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ, അതില്ലെങ്കിൽ മറ്റൊന്ന് നമ്മുടേതാക്കണം എന്നുള്ള ചിന്ത ഉണ്ടാകരുത്, അത്യാഗ്രഹം ഉണ്ടാകരുത്. 3-മത്തതോ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ അതിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യരുത്? നമുക്ക് ഖേദം വരരുത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു നോമ്പ് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ കഴിഞ്ഞ നോമ്പിൽ ഞാൻ എങ്ങനെയായിരുന്നോ അതേ രീതിയിൽ ഈ നോമ്പിൽ ആകാൻ പാടുണ്ട് എന്നാണോ പാടില്ല എന്നാണോ? എന്താ ആകാൻ പാടുണ്ട് എന്നാണോ പാടില്ല എന്നാണോ? പറയാൻ പാടുണ്ട് അല്ലേ? ഏതാണ്? പാടില്ല. പാടില്ല എന്നാണെങ്കിൽ അവിടെ ഒരു ഉത്തരവുണ്ട്. പിന്നെ കഴിഞ്ഞ നോമ്പിനെ ഉപയോഗപ്പെടുത്തുന്നതിൽ ചില മേഖല കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നന്നാകാമായിരുന്നു. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ അതിലാകെ പണി നമ്മുടെ എന്താണ്? മിസ്ബാഹ് പരീക്ഷ എഴുതലും വെളിച്ചവും ഖുർആൻ പഠനവും ഇത് മാത്രമാണോ? അല്ലല്ലോ. അപ്പോൾ ഇവിടെയുള്ളൊരു ചിന്ത നന്നായിട്ട് ഉണ്ടാകേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഈ റമളാനിനെ പരമാവധി, ഈ റമളാൻ എന്നുള്ള വാക്കിന് അർത്ഥം എന്തായിരുന്നു? കരിച്ച് കളയുക അല്ലേ? അതുകൊണ്ടാണ് ഈ മഗ്‌രിബിൻ്റെ ഒക്കെ തൊട്ട് മുമ്പ് കുറേ കരിച്ചതും പൊരിച്ചതും ഒക്കെ ആയിട്ട് നമ്മളിതിനെ ഏറ്റെടുത്ത് കണ്ടെന്ന് തോന്നുന്നുണ്ട്. ശരിയല്ലേ പറഞ്ഞത്? അല്ലേ? ഒരു വൃത്തികെട്ട സംസ്കാരമാണ്. ഞാനത് പറഞ്ഞതിൽ നിങ്ങൾ എന്നോടൊന്നും വിചാരിക്കരുത് കേട്ടോ. എൻ്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ അയക്കാറില്ല കുറേ കാലമായിട്ട്. ഒരു വൃത്തികെട്ട സംസ്കാരമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്നത്. എന്നിട്ട് കൈ ഉയർത്തിയിട്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും, പടച്ചോനെ അസുഖങ്ങളിൽ നിന്ന് കാക്കണേന്ന്.
എന്നിട്ട് വേണ്ടപ്പെട്ട മകളുടെ ഭർത്താവ് വരുമ്പോൾ, അല്ലെങ്കിൽ വേറെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ വരുമ്പോൾ, ഓൻ്റെ ആരോഗ്യത്തിന് എന്താണോ ഹാനികരം, കള്ള് മാത്രമൊന്നുമല്ല ഹാനികരമായ സാധനങ്ങൾ ഇഷ്ടത്തോടു കൂടിയിട്ട് ഉമ്മയും മക്കളൊക്കെ ഇങ്ങനെ കൊടുക്കും. ഇതിൻ്റെ പേര് സൽക്കാരം എന്നുള്ളത്. ശരിയാണോ? ആണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പം നമുക്കിതൊരു വല്ലാത്തൊരു ദുഷിച്ച സ്വഭാവങ്ങളുണ്ട്. അപ്പം നിങ്ങളിങ്ങനെ പറയും, ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, ആണുങ്ങളും കൂടി പറയണം, ഓൽക്കും കിട്ടേണ്ടിന്ന് ഈ കാര്യമൊക്കെ. ഓൽക്ക് ഈ ആണുങ്ങളെ വിഷയം പറയും. ഇനി രണ്ടാമത്തെ ഒരു ഭാഗം കുട്ടികൾക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ ശരിയാവില്ല എന്നാ. ഈ കുട്ടികൾ എവിടെ നിന്ന് അതൊക്കെ പഠിച്ച് വളർന്നു വന്നത്? ഞാൻ വയനാട്ടിലെ പുത്തുമല എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചവനാണ്. പിന്നീട് വളർന്നു വന്നത് ചൂരൽമലയിലാണ്. ആ രണ്ട് സ്ഥലവും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എൻ്റെ കുട്ടിക്കാലത്തെ നോമ്പുകൾ എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്കും ഇതേമാതിരി ഓർമ്മകളുണ്ടാവും. കാരക്ക പൊളിച്ചു വെച്ചിട്ട് ആ നാലും അഞ്ചൊന്നുമല്ല ചീളാക്കിയിട്ട് ഒരു നേരത്തെ നോമ്പ് തുറക്കാൻ ഈ ചീളുകളായിരുന്നു എടുത്തിരുന്നത്. ചെറുപ്പത്തിൽ ആ ചീള് 2 എടുത്തു എന്നതിൻ്റെ പേരിൽ വല്യമ്മയിൽ നിന്ന് വഴക്ക് കേട്ടവനാണ് ഞാൻ. കാരണം അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് പാവം അത്രയും കഷ്ടപ്പാടിലും പ്രയാസങ്ങളിലായിരുന്നു അവരൊക്കെ നമ്മളെ വളർത്തിയിരുന്നത്. ഇന്ന് നമ്മൾ സുഭിക്ഷതയുടെ അങ്ങേ അറ്റത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒരേ ദിവസം തന്നെ 4-5 ഐറ്റം ഈത്തപ്പഴങ്ങൾ നമുക്കിടയിലുണ്ട്. അതോടൊപ്പം തന്നെ വിഭവങ്ങളെന്ന് പറയുന്നത് തറാവീഹിന് കൃത്യമായി നമുക്ക് നമസ്കരിക്കാൻ പറ്റുന്നില്ല. അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവിലേക്കാൾ അധികം ചൂട് പള്ളിയിൽ, അത്രമാത്രം ശരീരത്തെ ഹീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങൾ, നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ ഉള്ളിലേക്ക് ഇൻപുട്ട് കൂട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. എന്നിട്ട് നമുക്ക് മര്യാദക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് നമുക്ക് ഓനും കൂടി നോമ്പുറക്ക് വിളിച്ചിട്ടില്ലല്ലോ, ഇവരെ വിളിച്ചിട്ടില്ലല്ലോ, മറ്റോരെ വിളിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരു ഈറ്റിംഗ് ഫെസ്റ്റിവലാക്കിയിട്ട് ഈ നോമ്പിനെ മാറ്റുന്നതിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ കരങ്ങൾക്കും ചിന്തക്കും ബുദ്ധിക്കും വല്ലാത്ത സ്ഥാനമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾക്കിപ്പോൾ തിരുത്താം. ഞാനവിടെ ഗ്യാപ്പ് നൽകുന്നുണ്ട്, വെറുതെ പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. കാരണം എന്താ, നമുക്ക് ഓല വിളിച്ച് ഇന്ന നോമ്പുകാർക്ക് ഇന്ന സാധനങ്ങൾ അത്ര മാത്രം ഉണ്ടാക്കിയാൽ എങ്ങനെ? അതും കൂടി ഉണ്ടാക്കണ്ടേ? മൂപ്പര് നമ്മളെ സ്വന്തം ആളല്ലേ. ശരിക്ക് നമുക്കൊരു സാമ്പത്തികമായിട്ട് ഒരു റമദാനിൽ ചെലവ് കൂടുകയാണോ ചെയ്യേണ്ടത്, കുറയാണോ ചെയ്യുന്നുണ്ടത്? രാവിലെ അത്താഴാണ് കഴിക്കുന്നത്, പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്തേ ഉള്ളൂ. ഇതിനിടയിൽ വേറെ ഭക്ഷണമല്ല. ഭക്ഷണത്തിന് ശരിക്ക് ചെലവ് കുറയാണോ ചെയ്യേണ്ടത്, കൂടുകയാണോ ചെയ്യേണ്ടത്? സത്യത്തിൽ കുറയല്ലേ ചെയ്യേണ്ടത്? ആണോ അല്ലേ? അടുക്കളകൾ കുറച്ച് മാത്രം വർക്ക് ചെയ്താൽ പോലെ. എന്നാൽ സത്യത്തിൽ ഗ്യാസിൻ്റെ ഉപയോഗം റമദാനിൽ നിങ്ങൾ പറയും കൂടുകയാണ് ചെയ്യുന്നത്. പറ്റുകടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നുണ്ട് എങ്കിൽ റമദാനിൽ കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ? അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ നമ്മൾ നോമ്പൊക്കെ എടുക്കുന്നത് കൊണ്ട് ഒരു പടച്ചോൻ്റെ ഒരു കാരുണ്യമൊക്കെ ഉണ്ടായത് കൊണ്ട് കുറച്ച് ആശ്വാസമൊക്കെ ഉണ്ടാവും. ഹോസ്പിറ്റലിൻ്റെ മുമ്പിലൊക്കെ നീണ്ട ക്യൂ ഒക്കെ കുറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ഭക്ഷണം നിങ്ങളുടെയും എൻ്റെയും വീട്ടിൽ നിന്ന് വേസ്റ്റ് ആക്കുന്നതിൽ ഏറ്റവും അധികം പങ്ക് വഹിക്കുന്ന റമദാനിലോ അല്ലാത്ത മാസങ്ങളിലോ? നിങ്ങൾ പറയേ, റമദാനിലല്ലേ? ആണോ അല്ലേ? ഈ നബിയുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? ഈ പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? പോട്ടെ പ്രിയപ്പെട്ടവരെ, ഞാൻ തന്നെ 44 വയസ്സിനിടയിൽ പഴയ കാലം അഴിവിറക്കിയല്ലോ. 10, 60, 70 വയസ്സായ പ്രായമായ ആളുകൾ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടല്ലോ. അവർക്ക് പട്ടിണിയുടെ കാലത്തെക്കുറിച്ച് പറയാനുണ്ടല്ലോ ഇല്ലേ? ആ പട്ടിണി എന്തെന്ന് അറിഞ്ഞ നമുക്ക് ഇങ്ങനെ പറയാനുണ്ട് എങ്കിൽ ഇതറിയാത്ത നമ്മുടെ മക്കൾ നാളെ എങ്ങനെ ജീവിക്കും നിങ്ങൾക്കറിയോ? ഇല്ലല്ലോ. അപ്പം ഈ മക്കൾ ഇങ്ങനെ ജീവിക്കുന്നതിലും അവരുടെ കാഴ്ചപ്പാടുകൾ ഇങ്ങനെ വരുന്നതിലും നമ്മുടെ വലിയ പങ്കുണ്ടോ ഇല്ലേ? ഉണ്ട്. അപ്പം ഈ വിഷയങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ചർച്ച ചെയ്യേണ്ടേ വേണം. എന്നിട്ടോ ഞാൻ നേരത്തെ ഡോക്ടർ വല്ല സംശയങ്ങളും ചോദിക്കുക എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് അപ്പം തോന്നിയത് ഇതൊരു പാചകത്തെക്കുറിച്ച് വല്ലതും പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഡോക്ടർക്ക് ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറ്റൂലായിരുന്നു. ഉപ്പ് എപ്പോഴാണ് ഇടേണ്ടത്, മറ്റേത് എപ്പോഴാണ് ഇടേണ്ടത്, അത് ഇട്ട് കഴിഞ്ഞാൽ എന്താ, എന്നിട്ടോ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയായി, പാത്രം എങ്ങനെയാകണം, സംശയങ്ങളുടെ നീണ്ട നിര നമുക്കിടയിലുണ്ടാവും.
എന്നാൽ ഈ മേഖലയിലൊക്കെ നമ്മൾ നിഷിദ്ധ കണ്ടന്റുകൾ വേണ്ടയിടത്ത് എന്താ നമ്മൾ നിഷിദ്ധമാകുന്നത്? ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ഇല്ലേ? അപ്പോൾ എവിടെയൊക്കെ തിരുത്തേണ്ടതുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ, അല്ലേ? പരിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം, ഏതാണ് അധ്യായം? സൂറത്തു എണ്ണിക്കോളി, 20 വരെ എണ്ണാൻ സമയം തന്നാൽ പോരെ, അധികം സമയമൊന്നും വേണ്ടല്ലോ. ഏതാ 20-ാം അധ്യായം? സൂറത്തു തോഹ, അല്ലേ? സൂറത്ത് തോഹയിലെ 81-ാമത്തെ വചനമുണ്ട്. കുലു കുലു, നിങ്ങൾ തിന്നോളി, നിങ്ങൾ കുടിച്ചോളി എന്നൊക്കെ പറഞ്ഞിട്ട് പടച്ച തമ്പുരാൻ പറയുന്നുണ്ട്. അവസാന ഭാഗം പറയുന്നുണ്ട്, വലാ തത്ഗൗ ഫീഹി, വലാ തത്ഗൗ ഫീഹി, അതിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? അതിക്രമം കാണിക്കരുത്. നിങ്ങൾ അതിൽ അതിക്രമം കാണിച്ചിട്ടുണ്ട് എങ്കിൽ ഫയഹില്ല അലൈക്കും ഗളബി, ഗളബ് എന്ന് പറഞ്ഞാൽ കോപം, ഗളബി എന്ന് പറഞ്ഞാലോ എൻ്റെ കോപം. ആരാ പറയുന്നത്? അള്ളയാണ്. അള്ളാഹുവിൻ്റെ കോപം നിങ്ങൾക്ക് മേലുണ്ടാകും. ഇത് നമ്മൾ ഓതി തീർക്കാനുള്ള ആയത്തല്ല, ഇത് ജീവിച്ച് അനുഭവിക്കാനുള്ള ആയത്താണ്. ഇത് ജീവിച്ച് അനുഭവിക്കാനുള്ള ആയത്താണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ കുലൂ മിന തൊയ്യിബ, എന്താണ്, ഫ്രഷ് ആൻഡ് പ്യുവർ നിങ്ങൾ ഭക്ഷിക്കണം. ഏറ്റവും നല്ലത് നിങ്ങൾ ഭക്ഷിച്ചോളൂ. വലാ തത്ഗൗ ഫീഹി, നിങ്ങൾ അതിൽ അതിക്രമം കാണിക്കാൻ പാടില്ല. ആ ക്രമം തെറ്റി അതിക്രമം കാണിച്ചിട്ടുണ്ട് എങ്കിലോ എൻ്റെ കോപം നിങ്ങളെ മേലുണ്ടാകും എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ എൻ്റെ വീട്ടിലെ ഇന്നത്തെ നോമ്പ് തുറ എന്നൊക്കെ പറഞ്ഞ് റീൽസ് ഇടാൻ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ കുട്ടികൾ ചെറിയ ചെറിയ സാധനങ്ങൾ ഒപ്പിയെടുത്തിട്ടുണ്ടാകാം. പക്ഷെ ഇതൊക്കെ അള്ളാൻ്റെ കോടതിയിൽ എങ്ങനെയാണ് ഹാജരാക്കപ്പെടുക എന്നുകൂടി നമ്മൾ ആലോചിക്കണം. ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ ഒപ്പിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട് ഞാൻ പറഞ്ഞില്ലേ? അപ്പം ഞാൻ നിങ്ങളോട് സംസാരത്തിനിടയിൽ ഞാൻ ചൂരൽമലയിലാണ് വളർന്നതെന്ന് പറഞ്ഞില്ലേ? കഴിഞ്ഞ പ്രളയ കാലഘട്ടങ്ങളിൽ എൻ്റെയും എൻ്റെ പെങ്ങന്മാരുടെയൊക്കെ കല്യാണം കഴിഞ്ഞ എൻ്റെ ഉപ്പയും ഉമ്മയൊക്കെ കൂലിപ്പണിയെടുത്ത് ഉണ്ടാക്കിയ ആ വീടടക്കം അതിലുണ്ടായിരുന്ന മനുഷ്യരൊക്കെ മരണപ്പെട്ടു. അള്ളാഹുവിടേക്ക് ബർസക്ക് ഹൈറാക്കി കൊടുക്കട്ടെ. ഞാനതിൻ്റെ മുമ്പ് ആ സ്ഥലക്ക് വിറ്റ് മുട്ടിലേക്ക് താമസം മാറ്റിയതായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവരൊക്കെ ഒരു പ്രദേശത്ത് കഴിഞ്ഞ മനുഷ്യന്മാർ ആ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? അത്രമാത്രം സാഹോദര്യം അടുത്ത് നിൽക്കുന്നൊരു പ്രദേശമാണ്. അവിടെ ഹൈന്ദവനെന്നോ ക്രൈസ്തവനെന്നോ മുസൽമാനെന്നോ വേർതിരിവില്ലാത്ത വിധം ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നവരാണ്. അത് വേറെ ആര് പറയുന്നതിനേക്കാളും ജീവിതത്തിലെ ബാലപാഠങ്ങൾ അനുഭവിച്ച് പല സ്വപ്നങ്ങളും ഇന്നും കാണുമ്പോൾ ആ പ്രദേശങ്ങളിലെ സ്വപ്നത്തിലൂടെ മാത്രം കാണാൻ പറ്റുന്ന ആ പ്രദേശമുണ്ട്. അങ്ങനെ ജീവിച്ച പ്രദേശമാണ്. ഒരു ശത്രുതാ മനോഭാവമോ വെറുപ്പോ വിദ്വേഷമോ ഒന്നും ഉണ്ടാവില്ല. എൻ്റെ വീട്ടിൽ കല്യാണം ഉണ്ട് എങ്കിൽ അത് അയൽപക്കത്തെ ഏതെങ്കിലും ഓഡിറ്റോറിയം പ്രോഗ്രാമുകളൊന്നും ആവില്ല. എന്നെ നോക്കുന്ന ഒരു പക്ഷേ അവരുടെ മതവും ജാതിയും വർഗവും വർണ്ണമൊന്നും നോക്കിയിട്ടാവില്ല. അങ്ങനെയുള്ള ഒരു തോട്ടം തൊഴിലാളികൾ, ജീവിതത്തിൻ്റെ പാടെ താഴ്ന്ന തട്ടിൽ നിന്ന് വളർന്നു വന്ന അങ്ങനെയുള്ളൊരു മനുഷ്യർ കെട്ടിപ്പണിതുണ്ടാക്കി വെച്ച ഓരോ ആണുങ്ങൾ മാത്രം അധ്വാനിച്ചുണ്ടാക്കിയതല്ല. ഇപ്പം ഞാനത് പറഞ്ഞ സമയത്ത് 2002 വരെ എൻ്റെ ഉമ്മ കൂലിപ്പണിക്ക് പോയിട്ടാണ് ഞങ്ങളെ 3 മക്കളെ പഠിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ ഉമ്മ കൂലിപ്പണിക്ക് പോയിട്ടാണ്. 2013 വരെ ഉപ്പയും പോയിരുന്നു. അപ്പം ഞങ്ങളുടെയൊക്കെ പാരമ്പര്യം, വല്യമ്മമാരാകട്ടെ വല്യമ്മാൻ്റെ വല്യമ്മയാകട്ടെ, ഇവരൊക്കെ തോട്ടത്തിലിറങ്ങി പണിക്ക് പോയിട്ടാണ് കുടുംബങ്ങളെയൊക്കെ വളർത്തിയിട്ടുള്ളത്. ആ പ്രദേശത്തെ എല്ലാവരും അങ്ങനെയായിരുന്നു അന്ന് ജീവിച്ചത്. ആ പ്രദേശത്തുകാർ ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 6-7 മാസം കഴിഞ്ഞപ്പോഴേക്ക് ഒരു പ്രദേശത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും ചിതറിയിട്ട് അവിടെയും ഇവിടെയും അപ്പുറത്തുപ്പുറത്തൊക്കെ അല്ലേ താമസം. ഓരോ വീടിൻ്റെ മുകളിലും താഴെയും സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്നുണ്ടോ? ഇട്ട ഡ്രസ്സല്ലാതെ വല്ലതുമുണ്ടോ? ഒന്നുമില്ല. ചെറുപ്പത്തിലൊക്കെ തന്നെ ഉപ്പ ഞങ്ങൾക്കൊക്കെ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് കടം വാങ്ങാനായിട്ട് പോകുന്ന കടയുണ്ട്. ആ കടയൊക്കെ പൂർണ്ണമായിട്ടും അവിടുന്ന് പോയിട്ട് ആ കടക്കാരൻ മേപ്പാടിയിൽ വന്നിട്ട്, ആ നാട്ടിൽ അത്രയും കാലം ടെക്സ്റ്റൈൽസിൽ വസ്ത്രം നൽകിയിരുന്ന ഹംസാപ്പു സാഹിബ് മേപ്പാടിയിൽ വന്നിട്ട് അദ്ദേഹത്തിനൊരു ഡ്രസ്സ് വേണമെങ്കിൽ മറ്റൊരുത്തന്നെ സഹായം തേടുന്നൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എങ്കിൽ ഇത് വയനാട്ടുകാർക്ക് മാത്രമുള്ള ഒന്നുമല്ല. ഇങ്ങനെ ജീവിക്കുന്ന ഒട്ടനവധി മനുഷ്യന്മാരുണ്ട്. 2018 പ്രളയം കഴിഞ്ഞിട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് നമ്മൾ ധരിക്കുന്നത് പത്രങ്ങളിലും മാധ്യമങ്ങളിലും ചർച്ചയില്ലാത്തത് കൊണ്ടാണ്. അവരുടെ ഉള്ളിൽ കടന്ന് കളുത്തുന്ന കുറേ ചർച്ചകളുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എൻ്റെയൊക്കെ തറവാടൊക്കെ പോയ കൂട്ടത്തിൽപ്പെട്ടതാ.
അപ്പം അങ്ങനെയൊക്കെ ഉമ്മയുടെ തറവാട്, എൻ്റെ തറവാട്, ഉമ്മയുടെ കുടുംബത്തിൽ തന്നെ 19ഓളം വീടുകൾ, അവരൊക്കെ ഓരോ മനുഷ്യന്മാർ ഇപ്പോഴും വേറെ സ്ഥലങ്ങളിൽ 5-6 സെൻറ്റിൽ ജീവിക്കുന്ന സമയത്ത് അവർ അത്ര കാലം ജീവിച്ചതുപോലെ അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. പാഠം മാറ്റിമറിച്ച് അവരുടെ ജീവിത ശൈലികൾ എന്ന് പറയുന്നത്. എന്നാൽ ഇതൊന്നും അറിയാത്തതും ഇതേ രൂപത്തിൽ സമാനമായി പല പ്രദേശങ്ങളിലും കഷ്ടതകൾ അനുഭവിക്കുന്ന മനുഷ്യർ ഒട്ടനവധിയുണ്ട് പ്രിയപ്പെട്ടവരെ.